നമസ്കാരം. പറഞ്ഞ കാര്യം മാറ്റി പറയുന്നതിനോ പറഞ്ഞ അതേ നിമിഷം തന്നെ ഞങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടേയില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് തിരുത്തി പറയുന്നതിനോ യാതൊരു ഉളുപ്പുമില്ലാത്ത തരത്തിൽ തൊലിക്കട്ടിയുള്ളവരാണ് CPMകാർ. അവരുടെ പല നിലപാടുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിൽ 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 10 വർഷത്തിനു ശേഷം 2026 അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൽ 854 ബാറുകളുണ്ടായി. ഈ ബാറുകളെല്ലാം തുറന്നു കൊടുത്തത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും ഒഴുകിയതിന് കാരണവും പിണറായി വിജയൻ്റെ സർക്കാരാണ്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കോലാഹലമുണ്ടാക്കുന്നുണ്ട് ഇടതുപക്ഷ നേതാക്കളൊക്കെ. അപ്പോഴാണ് ഇവരുടെ പഴയ ഒരു കള്ളത്തരം ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്നത്. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനാണ് LDF സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ചത് എന്നാണ് CPM മുമ്പ് വിശദീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ തെളിയിക്കുന്നത് ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ്, പെരും നുണയാണ് എന്നുള്ളതാണ്. ഈഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യമുള്ളതും പഴങ്ങളുടെ അംശമില്ലാത്തതുമായ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള അപേക്ഷകളാണ് ബെക്കാഡി, SDF ഇൻഡസ്ട്രീസ് എന്നിവ മുൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചതെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്ത് മദ്യം ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് പിണറായി വിജയൻ സർക്കാർ അനുമതി നൽകിയത്. ബെക്കാഡി ബ്രീസറിൽ 4.8%, ബെക്കാഡി പ്ലസിൽ 8%മായിരുന്നു ഈഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം. ബെക്കാഡിയുടെ അപേക്ഷയിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയുമിരുന്നു. SDF ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൽ 10 മുതൽ 20% വരെയായിരുന്നു ആൽക്കഹോളിൻ്റെ സാന്നിധ്യം. ഇതിൽ പഴങ്ങളല്ല, മറിച്ച് പഴവർഗ്ഗങ്ങളുടെ ഫ്ലേവറാണ് ചേർത്തിരുന്നത്. പഴങ്ങളിൽ നിന്നും മറ്റും മദ്യം ഉൽപ്പാദിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിലും ലഭിച്ച അപേക്ഷകൾ അത്തരത്തിലുള്ളതല്ലെന്ന് എക്സൈസ് കമ്മീഷണർ അറിയിച്ചിരുന്നു. ഇത് അറിഞ്ഞിട്ടു തന്നെയാണ് ബെക്കാഡി, SDF ഇൻഡസ്ട്രീസ് എന്നിവയുടെ അപേക്ഷകൾ കണക്കിലെടുത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ, അതായത് ഇപ്പോൾ വിഡ്ഢിത്തരങ്ങൾ മാത്രം എഴുന്നള്ളിച്ചുകൊണ്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനത്തിരിക്കുന്ന ഗോവിന്ദൻ നിർദ്ദേശിച്ചത്. അന്ന് അയാൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തോടെ ഈ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് അയാളെ പിടിച്ചിരുത്തിയത്. ലഭിച്ച അപേക്ഷകളെക്കുറിച്ച് എക്സൈസ് കമ്മീഷണർ സർക്കാരിന് നൽകിയ കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: പഴവർഗ്ഗങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് നിർമ്മിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യ ഉൽപ്പാദനമല്ല SDF കമ്പനി ഉദ്ദേശിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്പിരിറ്റിൽ പഴവർഗ്ഗങ്ങളുടെ രുചി ചേർത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെയും ബിയർ വൈൻ പാർലറുകളിലൂടെയും തിരഞ്ഞെടുക്കപ്പെട്ട കള്ളു ഷാപ്പുകളിലൂടെയും വിതരണം ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വീര്യം കുറവാണെങ്കിലും അവ മദ്യം തന്നെയാണെന്നും ശീതളപാനീയത്തിനു പകരമായി സ്കൂൾ കുട്ടികളടക്കമുള്ളവർ അത് കുടിക്കുമെന്നും 2018 അന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചുകൊണ്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനുള്ള നടപടികളിലേക്ക് അന്ന് പിണറായി വിജയൻ്റെ സർക്കാർ പോയത്. രണ്ടാം പിണറായി സർക്കാരിലെ 2 എക്സൈസ് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പല ഘട്ടങ്ങളിലായി അംഗീകാരം നൽകി. LDF സർക്കാർ മദ്യത്തിന് അനുമതി നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് നികുതി ഘടന നിശ്ചയിക്കാതിരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ വിൽപ്പന സംബന്ധിച്ച് മന്ത്രിമാർക്കിടയിലുണ്ടായ തർക്കമാണ് നികുതി ഘടന നിർണ്ണയിക്കുന്നതിന് തടസ്സമായത് എന്ന സൂചനയുമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം വന്നാൽ ഉയർന്ന അളവിൽ ആൽക്കഹോളുള്ള മദ്യത്തിൻ്റെ ഉപയോഗം കുറയുമെന്നും അതുവഴി നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടാകുമെന്നുമുള്ള ആശങ്ക മുൻ ധനമന്ത്രിയായ ബാലഗോപാലിന് ഉണ്ടായി എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ സർക്കാർ ഇവിടെ ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തിലൊക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയാം. അന്ന് 2016 അവരുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ സംഭവിച്ചത് തലതിരിച്ചാണ്. കാരണം CPMകാർ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളൊന്നും അത് വലിയ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. എന്തായാലും കുറേ പേരെങ്കിലും അത് വിശ്വസിച്ചു. പക്ഷേ പൂട്ടിയത് സ്കൂളുകളും തുറന്നത് ബാറുകളുമായിരുന്നു എന്ന് മാത്രമല്ല, ഈ പടിയിറങ്ങി പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ബാറുകളുടെ പ്രവർത്തനാനുമതി 2 മണിക്കൂറുകൾ കൂട്ടിക്കൊടുത്തത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഈ 2 മണിക്കൂർ ഈ ബാറുകളുടെ പ്രവർത്തനാനുമതി കൂട്ടിക്കൊടുത്തപ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ, ജീവനക്കാരുടെ അഭിപ്രായം പോലും ആരാഞ്ഞില്ല.
സർക്കാർ. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും സർക്കാരിന് അറിയേണ്ട കാര്യമില്ല. കാരണം കോടികളാണ് ഇതിലൂടെ മറിഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ, ഇത് ഡിജിറ്റൽ യുഗമാണ് എന്നുള്ളത് പോലും മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മണ്ടന്മാർ, ഈ മണ്ട ശിരോമണികൾ ഇത്തരത്തിലുള്ള വിട്ടിത്തരങ്ങൾ പടച്ചുവിടുന്നത്. ഒരു കാലത്ത് തങ്ങൾ ചെയ്തു, എന്നാൽ വാബൂട്ടി മിണ്ടാതിരിക്കണ്ടേ? അത് ചെയ്യാതെ വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. കള്ളന്മാരാണ്, നഖത്തിനിടയിൽ വരെ കള്ളമുള്ള കള്ളന്മാരാണ്. 10 വർഷം ഭരിച്ചു മുടിച്ചതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും പതിറ്റാണ്ടുകൾ നമ്മൾ ഇത് അനുഭവിക്കണം. കാരണം 2016 1,53,000 കോടി രൂപ കടമുണ്ടായിരുന്ന സംസ്ഥാനത്തെ 6 ലക്ഷം കോടിയിലേക്ക് വർദ്ധിപ്പിച്ചു വെച്ചിട്ടാണ് പിണറായി വിജയൻ പടിയിറങ്ങിപ്പോയത്. ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നമ്മളാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിലാണ് കേരളത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കൂടിയത്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത്. അതുകൊണ്ട് ഈ കള്ളന്മാരെ പൊതുജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവരെയൊക്കെ ന്യായീകരിച്ചു കൊണ്ടുവരുന്ന അന്തം കമ്മികളെ വീടുകളിൽ കുറ്റിച്ചൂലെടുത്ത് കൈകാര്യം ചെയ്യണം.